അപ്പോൾ നമുക്ക് ചെറുപ്പം തൊട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു യൂണിഫോം പോസ്റ്റ് എന്ന് പറയുന്നത്. മെജോറിറ്റി നമ്മുടെ ക്ലാസ് കണ്ടന്റ് ആയിരുന്നു നോക്കിയത്. അത് പറഞ്ഞ നമ്മുടെ നോട്ട്സും നമ്മുടെ വീഡിയോസും അതുപോലെ തന്നെ ടെസ്റ്റുകളും എല്ലാം അതിൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ടെസ്റ്റുകളുണ്ടായിരുന്നു. 7,000-8,000 റേഞ്ചിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെ നമുക്ക് അങ്ങനെ കിട്ടുമായിരുന്നു, MCQs മാത്രമായിട്ട്. പിന്നീട് ഈ പറയുന്ന പോലെ ലേറ്റ് നൈറ്റ് ഉറങ്ങുന്നതൊക്കെ ഇച്ചിരി താമസിച്ചായിരുന്നു. അപ്പം ഡെയിലി ഏകദേശം ഒരു 4 to 6 hours നമ്മൾ ആ ഒരു രീതി സേവ് ചെയ്യുന്നുണ്ടായിരുന്നു പഠിക്കാൻ വേണ്ടി ഉള്ളത്. ഞാൻ അന്ന് ഫോളോ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി നമ്മുടെ ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടായിരുന്നു, ഒരു 3 month സ്റ്റഡി പ്ലാൻ. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു BTech മെക്കാനിക്കൽ നേടിയ ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് നമ്മൾ കേരളത്തിൽ ജോബ് നോക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു പ്രൊഫൈലും സാലറി സ്കെയിലും ഒക്കെ ഉള്ളൊരു ജോബാണ് ഈ അസിസ്റ്റൻറ്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞ പോസ്റ്റ്. ഇതിൽ മെയിനായിട്ട് നമുക്ക് വേണ്ടിയത് ഡ്രൈവിംഗ് ലൈസൻസ് ആണ്. അതിൽ ഈ പറയുന്ന പോലെ മോട്ടോർ സൈക്കിൾ ലൈസൻസ്, അതുപോലെ തന്നെ HP MV, അതുപോലെ തന്നെ HGV ഹെവി ഗുഡ്സ് വെഹിക്കിൾ. അപ്പം വളരെ ക്ലോസ് ആയിട്ടുള്ള ഇപ്പോൾ ഒരു 150 വേക്കൻസി വരുന്ന സമയത്ത് നമ്മൾ ആദ്യത്തെ ഒരു 100 എങ്ങനെ എത്തിപ്പെടണമെന്നുള്ളതാണ് നമ്മൾ ശ്രമം ചെയ്യേണ്ടത്. ഇനി വേക്കൻസീസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമ്മളിപ്പം ലാസ്റ്റ് ഒരു 2-3 ടേമായിട്ട് കാണുമ്പം എപ്പോഴും നോക്കിയാലും അറിയാം ഒരു 150 to 200 വേക്കൻസീസോളം വരാറുണ്ട്. ഇൻ്റർവ്യൂ മാർക്ക് ഇപ്പോൾ ഒരു മാർക്ക് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നമ്മളൊരു 30-40 പൊസിഷൻ മാറുവാണെങ്കിൽ ഒത്തിരി ബാക്കിലോട്ടായി പോകും. അപ്പം അത് വരാതിരിക്കാൻ നിങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇൻ്റർവ്യൂവിന് ആ ഒരു സമയത്ത് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ നമ്മൾ എക്സാം ഒക്കെ എഴുതുന്ന സമയത്ത്, നമ്മൾ അവസാനത്തെ മോഡൽ എക്സാം എഴുതുന്ന സമയത്ത് കൂടുതൽ OMR ഷീറ്റിൽ തന്നെ പ്രാക്ടീസ് ചെയ്യുവാണെങ്കിൽ അത്യാവശ്യം സ്പീഡും ടൈം മാനേജ്മെൻറ്റും ഒക്കെ കിട്ടും. ഓട്ടോമൊബൈൽ മെക്കാനിക്കൽ ബ്രാഞ്ചിൽ ഡിപ്ലോമ BTech പൂർത്തിയാക്കിയ ഉദ്യോഗാർത്ഥികൾക്ക് റീസെൻ്റ് ആയിട്ട് വന്നൊരു നോട്ടിഫിക്കേഷൻ ആയിരുന്നു അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറിൻ്റെ നോട്ടിഫിക്കേഷൻ. ഇപ്പോൾ സാലറി സ്കെയിലുകൊണ്ടും ജോബ് പ്രൊഫൈലുകൊണ്ടും വളരെ അട്രാക്റ്റീവ് ആയിട്ടൊരു പോസ്റ്റാണിത്. ഇപ്പോൾ ഇനിയുള്ള ചുരുങ്ങിയ സമയം കൊണ്ട് ഈ എക്സാം എങ്ങനെ ക്രാക്ക് ചെയ്യണം എന്നുള്ളൊരു ഡീറ്റെയിൽഡ് പോഡ്കാസ്റ്റാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ചിലവർ ഈ എക്സാം ആദ്യമായിട്ട് എഴുതുന്നവരായിരിക്കും, ആദ്യ PSC എക്സാംസ് ആയിരിക്കും, ലാസ്റ്റ് തവണ നന്നായിട്ട് എഫോർട്ട് ഇട്ടിട്ട് റാങ്ക് ലിസ്റ്റിൽ വരാൻ പറ്റാത്ത ഉദ്യോഗാർത്ഥികളുണ്ട്, ഒപ്പം ജോലിയോടൊപ്പം പ്രിപ്പറേഷൻസ് കൊണ്ടുപോകേണ്ട ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കെല്ലാം വേണ്ടിയാണ് നമ്മൾ ഈ ഒരു പോഡ്കാസ്റ്റ് ചെയ്യുന്നത്. എന്തായാലും നിങ്ങൾക്കിത് വളരെ ഹെൽപ്ഫുൾ ആവും. നമ്മളോടൊപ്പം ഉള്ളത് ജെയ്സൺ സാറാണ്. ലാസ്റ്റ് തവണ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറിൻ്റെ എക്സാം നടന്ന സമയത്ത് നമ്മളെ സ്റ്റുഡൻസിനോടൊപ്പം പ്രിപ്പയർ ചെയ്ത ആളാണ് ജെയ്സൺ സാറ്. ഇപ്പോൾ ജെയ്സൺ സാർ റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത അഡ്വൈസിന് വേണ്ടി സാറ് വെയിറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ സാറിൻ്റെ എക്സ്പീരിയൻസ് എന്തായാലും നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആവും. ഇപ്പോൾ നമുക്ക് സെഷനിലേക്ക് കിടക്കാം. വെൽക്കം ജെയ്സൺ സാർ ടു ദ സെഷൻ. താങ്ക് യു. ഇപ്പോൾ ലാസ്റ്റ് തവണ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ നോട്ടിഫിക്കേഷൻ വന്ന ടൈമിൽ വേറെ കുറേ അധികം നോട്ടിഫിക്കേഷൻസ് നമുക്കുണ്ടായിരുന്നു. അസിസ്റ്റന്റ് പ്രൊഫസർ, അതേപോലെ തന്നെ പോളിടെക്നിക് ലെക്ചർ മെക്കാനിക്കൽ, വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ മെക്കാനിക്കൽ. ആ ടൈമിൽ തന്നെയാണ് നമുക്ക് AMVയുടെ നോട്ടിഫിക്കേഷൻ വന്നത്. അപ്പോൾ സാർ എന്തുകൊണ്ടാണ് AMV മാത്രം ചൂസ് ചെയ്ത് ഫോക്കസ് ചെയ്ത് പഠിച്ചത്? ബേസിക്കലി യൂണിഫോം പോസ്റ്റ് നമുക്ക് ചെറുപ്പം തൊട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു യൂണിഫോം പോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതായിരുന്നു ഒന്നാമത്തെ എനിക്ക് ഈ ഒരു പോസ്റ്റിലേക്കുള്ള അട്രാക്ഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു BTech മെക്കാനിക്കൽ നേടിയ ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് നമ്മൾ കേരളത്തിൽ ജോബ് നോക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു പ്രൊഫൈലും സാലറി സ്കെയിലും ഒക്കെ ഉള്ളൊരു ജോബാണ് ഈ അസിസ്റ്റൻറ്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞ പോസ്റ്റ്. പിന്നെ ഈ പറയുന്ന വേക്കൻസി ആണെങ്കിലും അത്യാവശ്യം നല്ല വേക്കൻസി ഉള്ളതുകൊണ്ട് നമുക്ക് ഈ ഒരു എക്സാം എഴുതി കഴിഞ്ഞാൽ നമുക്ക് ക്രാക്ക് ചെയ്യാമെന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടല്ലോ. യെസ്, ലാസ്റ്റ് തവണ നിയർലി ഒരു 10,000 ഉദ്യോഗാർത്ഥികളായിരുന്നു ഈ എക്സാമിന് അപ്ലൈ ചെയ്തിരുന്നത്. കൺഫർമേഷൻ കൊടുത്തത് എനിക്ക് തോന്നുന്നു ഒരു 8,000-9,000 റേഞ്ചിലുള്ള ആൾക്കാരാണ് ഇതിന് കൺഫർമേഷൻ കൊടുത്തത്. റാങ്ക് ലിസ്റ്റ് 1000 പേരെ ഉൾപ്പെട്ട ഒരു റാങ്ക് ലിസ്റ്റ് ആണ് കേരള PSC പബ്ലിഷ് ചെയ്തത്. ഇതുവരെ ഒരു നിയർലി 121 പേർക്ക് അഡ്വൈസ് ലഭിച്ചു കഴിഞ്ഞു. അപ്പോഴേ കേരള PSCയിൽ ടെക്നിക്കൽ ജോബ്സിൽ മെക്കാനിക്കലും ഓട്ടോമൊബൈൽ ഉദ്യോഗാർത്ഥികൾക്കും ഏറ്റവും ഒരു നല്ല ഒരു അവസരമാണ് AMV പോസ്റ്റ്, അല്ലേ സാർ? അതെ. ഓക്കെ. ഡിപ്ലോമ മെക്കാനിക്കലും BTech മെക്കാനിക്കലും കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് ഇനി വരാൻ പോകുന്ന ഒരു നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ മെക്കാനിക്കലും പോളിടെക്നിക് ലെക്ചർ മെക്കാനിക്കലുമാണ്. അപ്പോൾ ഈ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറിന് നമ്മൾ തയ്യാറെടുക്കുമ്പോൾ നമുക്ക് ആ എക്സാമിൽ പോകുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും കാര്യമായിട്ടുള്ള ഒരു എഡ്ജ് കിട്ടുമോ? ഡെഫിനറ്റ്ലി കിട്ടും. അതിൽ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ AMVയുടെ സിലബസ് എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 40 മാർക്സ് മെക്കാനിക്കൽ സബ്ജക്ട്സാണ്. അപ്പം നമ്മൾ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ മെക്കാനിക്കൽ എടുത്താലും ഏകദേശം 50% വരുന്ന ടോപ്പിക്കുകളും, അതായത് ഇപ്പം FM എടുത്താൽ അല്ലെങ്കിൽ MOS എടുത്താൽ മെറ്റീരിയൽ സയൻസ്, തെർമൽ സബ്ജക്ട്സ്, അതെല്ലാം എന്ത് ചെയ്യണം, കോമൺ ആയിട്ട് തന്നെ പഠിക്കേണ്ട കുറേ കാര്യങ്ങളാണ്. പിന്നെ അതൊരു ബേസിക് ലെവലിലാണ് രണ്ടിനകത്തും ഉള്ളത്. ഇപ്പം പോളി ലെക്ചർ എടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒരു മേളിലോട്ട് ഉണ്ടാവും. അപ്പം ആ ഒരു എക്സ്ട്രാ നമുക്ക് എഫോർട്ട് കൊടുത്താൽ മതിയാവും ഇപ്പോൾ പോളിടെക്നിക്സൊക്കെ പഠിക്കുകയാണെങ്കിൽ. ഇപ്പോൾ ഡെഫിനറ്റായിട്ട് ഈ പറയുന്ന AMVക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പം വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ മെക്കാനിക്കലിന് നല്ല രീതിയിൽ ഗുണം ചെയ്യും. പിന്നെ കുറച്ചും കൂടെ ഒരു അഡ്വാൻസ് ലെവലിൽ നിന്ന് കഴിഞ്ഞാൽ പോളി ലെക്ചറിനും ഗുണം ചെയ്യും.
ഇപ്പോൾ നമ്മുടെ PSCയുടെ ട്രെൻഡ്സ് നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു എക്സാമിൻ്റെ റാങ്ക് ലിസ്റ്റ് നിലനിൽക്കുമ്പോൾ തന്നെയാണ് നെക്സ്റ്റ് നോട്ടിഫിക്കേഷൻ PSC എന്താണ് പുറപ്പെടുവിക്കാറുള്ളത്. ഇപ്പോൾ AMVയുടെ നോട്ടിഫിക്കേഷൻ ഉള്ള സമയത്ത് തന്നെ, അതിൻ്റെ റാങ്ക് ലിസ്റ്റ് ഉള്ള സമയത്ത് തന്നെയാണ് അതിൻ്റെ പുതിയ നോട്ടിഫിക്കേഷൻ വന്നിരുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുവാണെങ്കിൽ പോളിടെക്നിക് ലെക്ചറിൻ്റെയും വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറിൻ്റെയും ഒക്കെ പുതിയ നോട്ടിഫിക്കേഷൻ വരാൻ സമയമായിട്ടുണ്ട്. ഇപ്പോൾ AMV നിങ്ങൾ എക്സാം നന്നായിട്ട് തയ്യാറെടുത്ത് ഇത് എക്സാമിന് അറ്റൻഡ് ചെയ്യുക. അത് കഴിയുമ്പോഴത്തേക്ക് മെക്കാനിക്കൽ ഉദ്യോഗാർത്ഥികൾക്ക് 2 നോട്ടിഫിക്കേഷൻസ് ഉറപ്പായിട്ടും ലൈവ് ആയിരിക്കും. അപ്പോൾ എന്തായാലും 1 ഇയർ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് 1 ഇയറിൽ നിങ്ങൾക്ക് എന്തായാലും അഡ്വൈസ് ലഭിച്ച് ജോലിയിൽ പ്രവേശിക്കാനുള്ള ഒരു നല്ല സാഹചര്യം എന്തായാലും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ ഈ എക്സാമിൻ്റെ അടിസ്ഥാന യോഗ്യത ഡിപ്ലോമ ആണെങ്കിൽ തന്നെ ഇപ്പോൾ ക്വാളിഫിക്കേഷനിൽ വരുത്തിയിരിക്കുന്ന, എലിജിബിലിറ്റിയിൽ വരുത്തിയിരിക്കുന്ന ഭേദഗതിയിൽ ബിടെക്കുകാരും ഒക്കെ നന്നായിട്ട് ഇപ്പോൾ എഴുതുന്നുണ്ട് ഈ എക്സാം. നേരത്തെ വർക്ക്ഷോപ്പ് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് കൂടുതലും ഡിപ്ലോമ കഴിഞ്ഞ് വർക്ക്ഷോപ്പ് എക്സ്പീരിയൻസ് നല്ല രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തൊരു എക്സാമാണ്. പക്ഷെ ഇപ്പം വർക്ക്ഷോപ്പ് എക്സ്പീരിയൻസ് വേണ്ടാത്തതുകൊണ്ട് തന്നെ കൂടുതൽ ബിടെക് ഉദ്യോഗാർത്ഥികൾ ഈ എക്സാമിന് തയ്യാറെടുക്കുന്ന ഒരു പ്രണവ് കാണുന്നുണ്ട്. അപ്പോൾ ഡിപ്ലോമക്കാർക്ക് എഡ്ജ് കുറയാൻ ചാൻസ് ഉണ്ടോ? ഇല്ല, അങ്ങനെ ഒരു പ്രത്യേക എഡ്ജൊന്നുമില്ല. ഇതിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സിലബസ് നോക്കിക്കഴിഞ്ഞാൽ ഡിപ്ലോമക്കാരെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സിലബസാണ്. വളരെ ബേസിക് ആയിട്ടുള്ള സിലബസാണ്. അപ്പോൾ അതിൽ എത്രത്തോളം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്നു എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ പറയുന്ന എഡ്ജെല്ലാം ഇരിക്കുന്നത്. ഇപ്പം ബിടെക്കാർ വന്ന് എക്സാം എഴുതിയെന്ന് പറഞ്ഞുകൊണ്ട് അത് ഡിപ്ലോമ സിലബസ് അല്ലാതെ ഇരിക്കുന്നില്ല. കാരണം അത് വളരെ ബേസിക് ആയിട്ടുള്ള സിലബസാണ്. പിന്നെ ഇതിനകത്തുള്ളൊരു ഇമ്പോർട്ടൻറ്റ് ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 20 മാർക്സിൻ്റെ മോട്ടോർ വെഹിക്കിളുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പഠിക്കാനുണ്ട്. അതിപ്പം ആർക്കും അഡ്വാൻറ്റേജ് ഇല്ലാത്ത ഒരു സോണാണ് അത്. പറഞ്ഞു കഴിഞ്ഞാൽ 2 പേർക്ക് ഒരേപോലെ പഠിക്കേണ്ടതാണ്. അപ്പോൾ അതും എത്രത്തോളം വൃത്തിയായിട്ട് പഠിച്ച്, അതുപോലെ എത്രത്തോളം ക്വസ്റ്റ്യൻസ് നമ്മൾ കൂടുതലായിട്ട് അറ്റൻഡ് ചെയ്യുന്നു, അതിനെല്ലാം ബേസ് ചെയ്തിട്ടാണ് ഈ പറയുന്ന എഡ്ജ് എല്ലാം വരുന്നത്. യെസ്, അതിൻ്റെ അകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഡിപ്പാർട്ട്മെൻറ്റുകാർക്ക് ഈ എക്സാം എഴുതാൻ പറ്റും, ഓട്ടോമൊബൈലുകാർക്കും മെക്കാനിക്കലുകാർക്കും. അപ്പോൾ ഒരു ബിടെക് മെക്കാനിക്കൽ കഴിഞ്ഞ് വരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് എന്തായാലും അവർക്ക് ഓട്ടോമൊബൈൽ കാര്യമായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ സിലബസിൽ നമ്മൾ ഡിപ്ലോമയുടെ ഓട്ടോമൊബൈൽ സിലബസാണ് ആക്കിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അത്രയും വാസ്റ്റായിട്ട് അവർ ബിടെക്കിൽ കവർ ചെയ്യുന്നില്ല. പിന്നെ സാറ് പറയുന്ന പോലെ തന്നെ ജോബ് റിലേറ്റഡ് ടോപ്പിക്സ് 2 ഡിപ്പാർട്ട്മെൻറ്റുകാർക്കും പഠിക്കേണ്ട എക്സ്ട്രാ ടോപ്പിക്കാണ്. അപ്പം കൃത്യസമയത്തിൽ ഗൈഡൻസിൽ ഈ ഒരു സിമ്പിൾ ആയിട്ടുള്ള സിലബസ് നമ്മൾ എങ്ങനെ മൊത്തത്തിൽ കവർ ചെയ്ത് കൂടുതൽ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നു, അവർക്കാണ് ഫുൾ എഡ്ജ് ഇരിക്കുന്നത്. നമ്മൾ എത്രത്തോളം റിവൈസ് ചെയ്യുന്നു അതും എല്ലാം ബേസ് ചെയ്തിട്ടാണ് എഡ്ജ് ഇരിക്കുന്നത്. സിലബസിന്റെ കാര്യം സാർ ഇപ്പോൾ പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ അകത്തൊരു 20 മാർക്സ് നമ്മുടെ കരിക്കുലത്തിലൊന്നും ഇല്ലാത്ത ജോബ് റിലേറ്റഡ് ടോപ്പിക്സ് ആണ്. ഉറപ്പായിട്ടും അതൊരു റാങ്ക് മേക്കിംഗ് ടോപ്പിക് ആയിരിക്കും. അപ്പോൾ എങ്ങനെയാണ് ഉദ്യോഗാർത്ഥികൾ ആ ഒരു ടോപ്പിക്സിൽ കുറച്ച് എഡ്ജ് എടുത്ത് പഠിച്ച് തുടങ്ങേണ്ടത്? എന്തെല്ലാം നമ്മൾ അതിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്? ഇതിൽ കുറച്ച് കാര്യമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നമ്മുടെ മെമ്മറിയെ ഇത് ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ ഒരു ലോ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. കൂടുതൽ സെക്ഷൻസും നമ്പേഴ്സും ഒക്കെയാണ്, ഫൈൻ്റെ എമൗണ്ട്, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് വാല്യൂസ് ഒക്കെ ഉണ്ട്. അപ്പം ആദ്യം തന്നെ നിങ്ങൾ അതൊന്ന് പരന്ന ഒരു വായന വേണം. ഈ പറഞ്ഞ എല്ലാ നമ്മുടെ സിലബസിൽ കൊടുത്തിട്ടുള്ള എല്ലാ സെക്ഷൻസും ഒന്ന് വായിച്ച് മനസ്സിലാക്കുക. അപ്പോൾ വായിച്ച് മനസ്സിലാക്കുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ എല്ലാം പല മലയാളം വെർഷനും കിട്ടും. ഇപ്പോൾ ഇംഗ്ലീഷിലും ഉണ്ട്, മലയാളം വെർഷനും ഉണ്ട്. അപ്പം ആ ഒരു മലയാളം വെർഷനും കൂടെ ഒന്ന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒരു ക്ലാരിറ്റി കിട്ടും. എന്താണ് ആ സാധനം ഉദ്ദേശിച്ചേക്കുന്നത്, ഓരോ സെക്ഷൻ എന്താണ് ഉദ്ദേശിച്ചേക്കുന്നത് എന്നുള്ളൊരു ക്ലാരിറ്റി കിട്ടും. അതുപോലെ തന്നെ നമ്മളൊരു നമ്മുടെ ഒരു ഈ വാല്യൂസൊക്കെ പഠിക്കുമ്പം അവസാനത്തെ ഒരു 2 മാസം ഈ കൂടുതൽ അതിന് ഫോക്കസ് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. കാരണം വാല്യൂസൊക്കെ ഓർമ്മയിലിരിക്കണമെങ്കിൽ അവസാനത്തെ ഒരു 2 മാസമാണ് ഏറ്റവും നല്ലത്. പിന്നെ കൂടുതൽ നമ്മൾ റിവിഷൻ ചെയ്യണം. കൂടുതൽ റിവൈസ് ചെയ്താലേ ഈ സാധനം നമ്മുടെ മൈൻഡിൽ ഇരിക്കത്തുള്ളൂ. അപ്പം എപ്പോഴും റിവിഷൻ ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ ആ സാധനം പഠിച്ച കാര്യങ്ങൾ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ഒരു കണക്ഷൻ ഉണ്ടാക്കി പഠിക്കുകയാണെങ്കിൽ എപ്പോഴും നല്ലത്. നമ്മൾ റിയൽ ലൈഫുമായിട്ട് എന്തെങ്കിലും ബന്ധപ്പെട്ട ഒരു കണക്ഷൻസ് എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്ത് ഈ ഒരു വേർഡിങ്സ് ഒക്കെ ഉണ്ടാക്കി അങ്ങനെ പഠിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മെമ്മറിയിലൊക്കെ കുറച്ചും കൂടെ അത് നിൽക്കാൻ സഹായിക്കും. മദ്യപിച്ച് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ ഇത്ര രൂപ ഫൈൻ, ഹെൽമെറ്റ് ഇല്ലാതെ നമ്മൾ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ ഇത്ര രൂപ ഫൈൻ, 18 വയസ്സ് തികയാത്ത ഉദ്യോഗാർത്ഥികൾ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ അവർക്കുള്ള ഫൈൻ എത്രയാണ്. അപ്പോൾ അതെല്ലാം നമ്മളൊന്ന് കണക്ട് ചെയ്ത് പഠിക്കുവാണെങ്കിൽ നമുക്ക് കാര്യമായിട്ടുള്ള എഡ്ജ് കിട്ടും. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 3 ഏരിയാസാണ്: മെക്കാനിക്കൽ, ഓട്ടോമൊബൈൽ, അതേപോലെ തന്നെ നമുക്ക് വരുന്നത് ജോബ് റിലേറ്റഡ് ടോപ്പിക്സ് ആണ്. മെക്കാനിക്കൽ ടോപ്പിക്കിലായിരിക്കും നമുക്ക് കുറച്ച് പ്രോബ്ലത്തിന് സ്കോപ്സ് ഉള്ള, കുറച്ച് പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള കാര്യം. ഇനി ഓട്ടോമൊബൈൽ നമ്മൾ നോക്കുവാണെങ്കിൽ കൂടുതലും കൺസെപ്റ്റിലും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളായിരിക്കും. അതിൻ്റെ അനിമേഷൻസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ കൺസെപ്റ്റും കാര്യങ്ങളും പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ ഒരു പാർട്സിനെ പറ്റിയുള്ള സ്പെസിഫിക്കേഷൻ, അങ്ങനെ ഉള്ള കാര്യങ്ങളായിരിക്കും. എന്നാൽ ജോബ് റിലേറ്റഡ് ടോപ്പിക്കിലോട്ട് വരുവാണെങ്കിൽ സാറ് പറഞ്ഞ പോലെ കൂടുതൽ സെക്ഷൻസ് കാണും. പിന്നെ നമുക്ക് കുറേ അക്കങ്ങളായിട്ട് ബന്ധപ്പെട്ട കുറേ നമ്പേഴ്സ്, കുറേ സെക്ഷൻസും പിന്നെ കുറേ ഫൈൻസിൻ്റെ എമൗണ്ട് ഒക്കെ നമുക്ക് ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്.
ഇവിടെ നിങ്ങളൊന്ന് നേരത്തെ സാർ പറഞ്ഞ പോലെ ഒരു പരന്ന ഒരു അറിവ് ഉണ്ടാക്കിയതിന് ശേഷം അതിനൊന്ന് റിഫൈൻ ചെയ്ത് കുറേ നാൾ ഒന്ന് റിവിഷൻ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആ നമ്പേഴ്സും കാര്യങ്ങളും ഒക്കെ എഴുതി വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യമായിട്ടുള്ള എഡ്ജ് കിട്ടും അല്ലേ സാർ? ലാസ്റ്റ് ടൈം അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറിന്റെ നോട്ടിഫിക്കേഷൻ വന്ന ടൈമിൽ മെക്കാനിക്കൽ സ്ട്രീമിൽ തന്നെ പോളിടെക്നിക് ലെക്ചർ അസിസ്റ്റന്റ് പ്രൊഫസറിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ മറ്റ് സ്ട്രീംസ് നമ്മുടെ ഏണസ്റ്റ് അക്കാഡമി നടത്തുന്ന കുറേ അധികം കോഴ്സുകളുടെ ഇലക്ട്രോണിക് സ്ട്രീമിലെ, ഇലക്ട്രിക്കൽ സ്ട്രീമിലെ, കമ്പ്യൂട്ടർ സയൻസ് സ്ട്രീമിലെ എല്ലാം വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറും AP എല്ലാം ഒരേപോലെ ആയിരുന്നു വിളിച്ചിരുന്നത്. അപ്പോൾ ആ ടൈമിൽ ഒരു ഹെക്ടിക് ടാസ്ക് ആയിരുന്നു. കാരണം ഇത് ഈ കോഴ്സുകളുടെ എല്ലാ അക്കാഡമിക് ഹെഡ് സാറ് തന്നെയായിരുന്നു. അപ്പോഴെങ്ങനെയായിരുന്നു ആ ജോലിയോടൊപ്പം സാർ ഈ AMV എക്സാമിൻ്റെ പഠനം ക്രമീകരിച്ചത്? സാറ് പറഞ്ഞ പോലെ ഈ പറയുന്ന എല്ലാ എക്സാമുകളോടും ഒരുമിച്ച് വന്നൊരു ടൈമായിരുന്നു. നമുക്കിപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നത് അറിയാമല്ലോ, ഡിസംബറിലാണ് നോട്ടിഫിക്കേഷൻ വന്നത്. ജാനുവരിയിലായിരുന്നു നമുക്ക് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് സമയം. അത് കഴിഞ്ഞ് ഫെബ്രുവരി ആയപ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്തു, ഈ AMVയുടെ എക്സാം ഡേറ്റ് വന്നു. അപ്പം നമുക്ക് മുമ്പിലുള്ളത് ഒരു 3 to 4 months ആയിരുന്നു അന്ന് ഈ പ്രിപ്പറേഷന് വേണ്ടി. ആ സമയത്താണ് ഈ പറയുന്ന എല്ലാ എക്സാമുകളും വന്നു. എല്ലാ ബ്രാഞ്ചസിൻ്റെ എക്സാമുകളും ഒരുമിച്ച് വിളിക്കുകയും എല്ലാം കൂടെ വരികയും ചെയ്തത്. അത്യാവശ്യം നല്ല ഹെക്റ്റിക്കായിട്ടുള്ളൊരു ടൈമായിരുന്നു. അപ്പോൾ ഞാനന്ന് ഫോളോ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി നമ്മുടെ ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടായിരുന്നു, ഒരു 3 month സ്റ്റഡി പ്ലാൻ നമ്മുടെ സ്റ്റുഡൻസിന് വേണ്ടി കൊടുത്തത്. അപ്പോൾ ആ ഒരു സ്റ്റഡി പ്ലാൻ തന്നെയാണ് ഞാൻ ഫോളോ ചെയ്തത്. പക്ഷേ ചെറിയൊരു വേരിയേഷൻസ് വരുത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം ഓട്ടോമൊബൈൽ സബ്ജക്ട്സിലാണ് ഫസ്റ്റ് പ്രാധാന്യം കൊടുത്തത്. കാരണം ഓട്ടോമൊബൈൽ എന്നെ സംബന്ധിച്ച് വീക്കായിട്ടുള്ളൊരു ഏരിയ ആയിരുന്നു. ഞാൻ മെക്കാനിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരാളെ സംബന്ധിച്ച് ഓട്ടോമൊബൈൽ കുറച്ച് കാര്യങ്ങൾ അറിയാം, എന്നാലും നമുക്ക് ആ ഒരു ക്ലാരിറ്റി കുറവുണ്ട്. അപ്പോൾ ആദ്യം അതിലൊരു പ്രിപ്പറേഷൻ കൊടുത്തു. സ്ക്രാച്ചിൽ നിന്ന് തന്നെ പഠിച്ചെടുക്കുമായിരുന്നു. അപ്പം ആദ്യത്തെ ഒരു മൊഡ്യൂൾ ഓരോ മൊഡ്യൂൾസ് കവർ ചെയ്യുമ്പോൾ നമുക്ക് കോൺഫിഡൻസ് ബിൽഡ് ആവുന്നുണ്ടായിരുന്നു. അതായത് ഗ്രൂപ്പ് സ്റ്റഡിയും കൂടെ നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു ആ ഒരു പോയിന്റിൽ നമ്മുടെ സ്റ്റുഡൻസിനോടൊപ്പം തന്നെ. അപ്പം ആ ഒരു സമയത്ത് കൂടുതൽ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ അതിനെ ബേസ് ചെയ്തിട്ട് അറ്റൻഡ് ചെയ്യുന്ന ബേസിൽ നമുക്ക് കോൺഫിഡൻസ് ഇങ്ങനെ അത്യാവശ്യം ബിൽഡ് ആവുന്നുണ്ടായിരുന്നു. അപ്പം പോകുന്ന വഴിക്ക് നമുക്കൊരു തോന്നൽ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു, ഈ ഒരു എക്സാം നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആണെന്നുള്ള ഒരു ഇത് വരുന്നുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു സ്റ്റഡി പ്ലാൻ ആണ് സാർ ഫോളോ ചെയ്തത്. അതെ 3 months ആ ഒരു സ്റ്റഡി പ്ലാൻ മാത്രം സ്റ്റിക്ക് ചെയ്ത് റിവിഷനും പോർഷൻ കംപ്ലീറ്റും എല്ലാം ചെയ്ത്. പിന്നെ ഈ ജോബ് റിലേറ്റഡ് ടോപ്പിക്സ് ഒക്കെ അതും കുറച്ച് നല്ല രീതിയിൽ നോക്കിയായിരുന്നു. കാരണം റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ഒരു പാർട്ടാണല്ലോ ഇതിനകത്തുള്ളത്. ഓക്കെ. അപ്പം പിന്നെ നമ്മുടെ മോഡൽ എക്സാം നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്തായിരുന്നു. നമ്മുടെ ഈ പറയുന്ന പോലെ ടോപ്പ് റാങ്കേഴ്സുമായിട്ടൊക്കെ വരുമ്പോൾ അത്യാവശ്യം എനിക്ക് അടുത്തൊക്കെ വരാൻ പറ്റുന്നുണ്ടായിരുന്നു. ആ ഒരു എനിക്ക് ഒരു സംശയമുള്ളതെന്ന് വെച്ചാൽ, ഇപ്പം സാറ് പറഞ്ഞു സാറ് ഏണസ്റ്റ് അക്കാഡമിയുടെ അക്കാഡമിക് ഹെഡാണ്, കുറേ അധികം നോട്ടിഫിക്കേഷൻസ് വന്നു. അപ്പൊ സാറ് ഇവിടുന്ന് ലീവ് എടുക്കാതെ തന്നെ ആയിരുന്നു പഠിച്ചതൊക്കെ. അപ്പൊ എങ്ങനെയാണ് സാറ് ടൈം ക്രമീകരിച്ചത്? കാരണം ഇവിടെ എന്തായാലും സാറ് ഒരു 9 to 5 ആ ടൈമിൽ വരുന്നുണ്ടായിരുന്നല്ലോ. അപ്പൊ സാറിന് ഒരു ദിവസം എത്ര സമയം പഠിക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു? അതില് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വരുന്ന ജേർണി എന്ന് പറയുന്ന ഏകദേശം 1 മണിക്കൂറിന്റെ ജേർണി ഓഫീസിലേക്ക് ഇങ്ങോട്ട് വരാനുള്ളൂ. അപ്പം ആ ഒരു സമയത്ത് നമ്മൾ ക്ലാസ്സസിന്റെ വീഡിയോസ് എടുത്ത് നമ്മൾ പ്ലേ ചെയ്ത് ഓഡിയോ കേട്ടോണ്ടിരിക്കും. ഓക്കെ. അപ്പം കേട്ട് കഴിയുമ്പോൾ നമുക്ക് കുറെ ഐഡിയ കൺസെപ്റ്റ് ഇങ്ങനെ കിട്ടും. അങ്ങനെ ഒരു 2 മണിക്കൂറോളം നമുക്ക് പഠിക്കാനുള്ള ടൈം കിട്ടുമായിരുന്നു. പിന്നീട് ഈ പറയുന്ന പോലെ ലേറ്റ് നൈറ്റ് ഉറങ്ങുന്നതൊക്കെ ഇച്ചിരി താമസിച്ചായിരുന്നു. അപ്പം ഡെയിലി ഏകദേശം ഒരു 4 to 6 hours നമ്മൾ ആ ഒരു രീതി സേവ് ചെയ്യുന്നുണ്ടായിരുന്നു പഠിക്കാൻ വേണ്ടി. പിന്നെ വീക്കിൽ നമുക്ക് ഒരു ദിവസം ഇവിടുന്ന് ലീവ് എടുക്കുമായിരുന്നു. അപ്പോൾ അതിനുള്ള ഒരു ഇത് നമുക്ക് തരുന്നുണ്ടായിരുന്നു. പിന്നെ ഞായറാഴ്ച ദിവസം അത്യാവശ്യം ഒരു ഫുൾ ഡേ തന്നെ നമുക്ക് കിട്ടുമായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ ഒരു 8 hours എങ്കിലും നമുക്ക് പഠിക്കുന്ന അതിൽ തന്നെ ഫോക്കസ് ചെയ്തായിരുന്നു. അപ്പോൾ ആ സമയത്ത് കൂടുതലും കൺസെപ്റ്റ് ക്ലിയർ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ കൂടുതൽ ക്വസ്റ്റ്യൻസും കൂടെ സൈമൾട്ടേനിയസ് ആയിട്ട് കാണുന്നുണ്ടായിരുന്നു. ഈ പറഞ്ഞ നമ്മൾ ഓരോ ടോപ്പിക് പഠിക്കുമ്പോഴും ആ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസും കൂടെ ചെയ്താണ് പോകുന്നത്. ഇപ്പം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ സാഹചര്യം എന്തോ ആയിക്കോട്ടെ, ചിലവരൊക്കെ ജോബിലായിരിക്കും, ചിലവരൊക്കെ ഇപ്പോൾ ഡിപ്ലോമ പൂർത്തിയാക്കിയവർ ചിലപ്പം BTech ഡിഗ്രി പർസ്യൂ ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും, അല്ലെങ്കിൽ MTech ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും. നിങ്ങൾക്ക് ഒരു വിൽ പവർ ഉണ്ടോ? നിങ്ങളുടെ ടൈം നിങ്ങളൊന്ന് ക്രമീകരിച്ച് ഒരു 3 months കൊടുക്കാൻ റെഡിയാണോ? ഉറപ്പായിട്ടും നിങ്ങൾക്കും അടുത്ത AMV എക്സാം ഉദ്യോഗാർത്ഥികൾക്ക് ഇതേപോലൊരു പോഡ്കാസ്റ്റ് നിങ്ങൾക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ സക്സസ് സ്റ്റോറി കവർ ചെയ്യാൻ സാധിക്കും. നമ്മൾ ഫുൾ ടൈം ഇതിനു വേണ്ടി മാറ്റി വെച്ചിരുന്നത് പഠിക്കണമെന്നൊന്നുമില്ല. സിലബസിനെ പറ്റി നല്ലൊരു വ്യക്തമായ ഒരു ഐഡിയ ഉണ്ടാക്കുക, കൃത്യമായിട്ടുള്ളൊരു ഗൈഡൻസിൽ ഒരു കമ്പൈൻഡ് ആയിട്ടൊരു സ്റ്റഡി സർക്കിളിലോ ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് ചേർന്ന് നിങ്ങളുടെ പ്രിപ്പറേഷൻസ് കൊണ്ടുപോകണമെങ്കിൽ ഇറ്റ്സ് പോസിബിൾ. ഇപ്പോൾ സാർ ഈ എക്സാമിന് നമ്മൾ തയ്യാറെടുക്കുമ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ട നോട്ട്സ് ഉണ്ട്, വർക്കൗട്ട് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പം നമ്മുടെ തന്നെ വീഡിയോ ക്ലാസ്സുകൾക്കും പിന്നെ ടെസ്റ്റുകൾക്കും ഒക്കെ പുറമെ, എക്സാംസിനും ഒക്കെ പുറമെ സാർ എന്തൊക്കെയാണ് ഫോളോ ചെയ്തിരുന്നത്?
മെജോറിറ്റി നമ്മുടെ ക്ലാസ് കണ്ടന്റ് ആയിരുന്നു നോക്കിയത്. ഈ പറഞ്ഞ നമ്മുടെ നോട്ട്സും നമ്മുടെ വീഡിയോസും അതുപോലെ തന്നെ ടെസ്റ്റുകളും എല്ലാം അതിൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ടെസ്റ്റുകൾ ഉണ്ടായിരുന്നു. 7000-8000 റേഞ്ചിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെ നമുക്ക് അങ്ങനെ കിട്ടുമായിരുന്നു, MCQs മാത്രമായിട്ട്. പിന്നെ ടെക്സ്റ്റായിട്ട് ഫോളോ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഓട്ടോമൊബൈലിന്റെ ബുക്ക് എടുത്താൽ നമുക്കറിയാം, കൃപാൽ സിംഗിന്റെ, അതെല്ലാവരും ഫോളോ ചെയ്യുന്ന. അപ്പം വോളിയം 1 വോളിയം 2 ആ ബുക്കിനകത്തു നിന്നാണ് ഏറെക്കുറെ എന്താണ് ഓട്ടോമൊബൈലുമായിട്ട് ബന്ധപ്പെട്ട നല്ല ഐഡിയ കിട്ടിയത്. പിന്നെ ഈ പറയുന്നത് PK നാഗിന്റെ ബുക്ക് തെർമോഡൈനാമിക്സ്, പിന്നെ RK ബെൻസാലിന്റെ ഫ്ലൂയിഡ് മെക്കാനിക്സിന്റെ ബുക്ക്. അപ്പോൾ അതെല്ലാം നമുക്ക് ഗുണം ചെയ്ത കാര്യങ്ങളാണ്. നമ്മുടെ ക്ലാസ്സിലേക്ക് പുറമെ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു കൺസെപ്റ്റൽ അതുകൊണ്ടൊന്ന് ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ സാർ ഈ ബുക്സ് ഒക്കെ റെഫർ ചെയ്യും. പിന്നെ ഈ കുറച്ച് ഈ പറഞ്ഞല്ലോ ഓട്ടോമൊബൈലിന്റെ കുറച്ച് കൺസെപ്റ്റ് ക്ലിയർ ചെയ്യാൻ വേണ്ടി നമുക്ക് ചിലപ്പോൾ ആനിമേഷൻ വീഡിയോസ് കുറച്ച് കാണേണ്ടി വരുമായിരുന്നു, അല്ലെങ്കിൽ നമുക്ക് ഒരു ക്ലാരിറ്റി കുറവുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ കുറച്ച് ആനിമേഷൻ വീഡിയോസ് ഒക്കെ യൂട്യൂബിൽ കൂടെ ഒക്കെ കണ്ടിട്ടുണ്ട്. ഓക്കെ. ഇപ്പോഴും നമ്മുടെ മോഡൽ എക്സാംസ് സാറിന്റെ പ്രിപ്പറേഷനെ എങ്ങനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? നമ്മൾ ഏകദേശം 10-12 മോഡൽ എക്സാംസ് ആയിരുന്നു അന്ന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത്രയും മോഡൽ എക്സാംസ് ഞാൻ ചെയ്തായിരുന്നു. അപ്പോൾ ചെയ്യുമ്പം നമുക്കറിയാം എവിടെ ഏതെങ്കിലുമൊക്കെ പോയിന്റിൽ നമുക്ക് വീക്കായിട്ടുള്ള ഏരിയാസ് ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. അതാണ് ആദ്യത്തെ ഒരു ഗുണം മോഡൽ എക്സാം വരുന്നത്. കാരണം ഫുൾ വെയിറ്റേജ് ബേസിലാണല്ലോ, സിലബസിന്റെ വെയിറ്റേജിലാണല്ലോ ആ ഒരു ടെസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഏതെങ്കിലും ടോപ്പിക്ക് പഠിക്കാത്തതായിട്ടോ ഏതെങ്കിലും ഏരിയാസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് കറക്റ്റായിട്ട് അത് ഐഡന്റിഫൈ ചെയ്ത് തരും, ഇന്ന ഏരിയാസ് നമ്മൾ ഫോക്കസ് ചെയ്തിട്ടില്ല എന്നുള്ളത്. അപ്പോൾ അത് എടുത്ത് വീണ്ടും റിവൈസ് ചെയ്യും ഈ എക്സാംസ് കഴിഞ്ഞിട്ട്. അപ്പോൾ എന്നിട്ട് വീണ്ടും നമ്മൾ ഒന്നും കൂടെ അറ്റംപ്റ്റ് ചെയ്യും. പിന്നെ ആ ഏരിയയിൽ നമുക്ക് എന്താണോ വീക്കായിട്ടുള്ള ഏരിയ ഉള്ളത് അതുമായി ബന്ധപ്പെട്ട കൂടുതൽ ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്ത് കുറച്ചും കൂടെ അറ്റൻഡ് ചെയ്യാൻ നോക്കുമായിരുന്നു. ഇപ്പോഴും നമ്മുടെ സ്റ്റഡി പ്ലാൻ തന്നെ റെഡി ആക്കിയിരിക്കുന്നത് ലാസ്റ്റ് 1 മന്തിൽ എക്സാമിൻ്റെ ലാസ്റ്റ് 1 മന്ത് ടൈം ആകുമ്പോഴത്തേക്ക് ഒരു 20 ഡേയ്സിന് പ്രയറായിട്ട് നമ്മുടെ പോർഷൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മോഡൽ എക്സാംസ് ചെയ്യുന്നതായിട്ട്. അപ്പോൾ ആ മോഡൽ എക്സാംസിന് എല്ലാം നമ്മൾ ശ്രദ്ധിക്കുന്ന സ്റ്റുഡൻസിനോട് ശ്രദ്ധിക്കാൻ പറയുന്ന കാര്യം അവരുടെ സ്പീഡ് എവിടെ നിൽക്കുന്നു, അവർ എത്രത്തോളം ആക്യുറേറ്റ് ആണ്, അറിയാവുന്ന ക്വസ്റ്റ്യൻസ് അവർ തെറ്റിക്കുന്നുണ്ടോ, ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അവർക്ക് ആദ്യത്തെ അറ്റംപ്റ്റുകളിൽ തന്നെ അവർക്കത് ചെയ്തു പോകാൻ പറ്റുന്നുണ്ടോ. പിന്നെ PSCയുടെ ഒക്കെ ഒരു സ്റ്റിപ്പുലേറ്റഡ് ടൈം ഉണ്ട്, ലൈക്ക് 100 ക്വസ്റ്റ്യൻസിന് ഇത്ര സമയം. അതിനേക്കാളും മുന്നേ അവർക്ക് എന്താണ് ഒരു 1-2 റൗണ്ട്സ് ത്രൂ ഔട്ട് എല്ലാ ക്വസ്റ്റ്യൻസും കാണാൻ പറ്റുന്നുണ്ട്. ആ ഒരു രീതിയിലാണ് നമ്മുടെ മോഡൽ എക്സാംസ് ഒക്കെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓഫ്ലൈൻ സംവിധാനം ഉണ്ട്. അപ്പം മോഡൽ എക്സാംസ് മാത്രം എഴുതാനായിട്ട് ഒത്തിരി സ്റ്റുഡൻസ് വന്ന് അവർ നിരന്തരം വന്നത് ചെയ്യുമായിരുന്നു. അപ്പോൾ സാറിനും അത് നന്നായിട്ട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടല്ലേ? അതിൽ ഇപ്പോൾ സാറ് പറഞ്ഞപ്പം ഞാൻ ഒരു കാര്യം കൂടെ ഇനി പറയാനുള്ളത്, ഇപ്പോൾ ആദ്യമായിട്ടൊക്കെ എക്സാം എഴുതുന്നവരുണ്ടാവും നമ്മുടെ തന്നെ സ്റ്റുഡൻസ് ഒരുപാട് പേര്. ഫസ്റ്റ് എക്സാമാണ് ഈ ഒരു MBA എക്സാം. അപ്പം കേരള PSCയുടെ ഒരു എക്സാമിൻ്റെ ഒരു പാറ്റേണിനെ കുറിച്ച് ചിലപ്പോൾ ഐഡിയ ഇല്ലാത്തവരായിരിക്കും. അപ്പോൾ അവരെ സംബന്ധിച്ച് നമുക്കറിയാം ലോയമർ ഷീറ്റാണ്, അതിൽ ഫില്ല് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എക്സാം ഒക്കെ എഴുതുന്ന സമയത്ത്, നമ്മൾ അവസാനത്തെ മോഡൽ എക്സാം എഴുതുന്ന സമയത്ത് കൂടുതൽ OMR ഷീറ്റിൽ തന്നെ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം സ്പീഡും ടൈം മാനേജ്മെൻറ്റും ഒക്കെ കിട്ടും. ഈ പറയുന്ന ബബിൾ ഫില്ല് ചെയ്യുന്നതിന് അതിന് ആദ്യത്തെ എക്സാം ഒക്കെ ആകുമ്പോൾ നമുക്ക് പല മിസ്റ്റേക്സ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. നമ്മൾ ഈ നമ്മുടെ രജിസ്റ്റർ നമ്പർ എഴുതുമ്പോഴും അങ്ങനെയൊക്കെ ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ എന്താണ് അതൊന്ന് നമുക്ക് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി ഏറ്റവും നല്ലത് OMR തന്നെ നമ്മൾ എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യുന്നതാണ് നല്ലത്. എനിക്ക് ഉദ്യോഗാർത്ഥികളോട് പറയാനുള്ളൊരു കാര്യം, നമ്മുടെ പ്രിപ്പറേഷനോടൊപ്പം തന്നെ ഏറ്റവും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് PSC എക്സാം ഹോളിൽ നമ്മുടെ മൈൻഡ് സെറ്റ്, അല്ലേ സാർ? കാരണം നമ്മൾ എത്ര പ്രിപ്പയർ ചെയ്തിട്ട് പോകുമ്പോഴും അവിടെ ചെന്ന് കഴിയുമ്പം ആദ്യ റൗണ്ട് നമ്മൾ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കുമ്പോൾ ക്വസ്റ്റ്യൻ ടഫ് ആണെങ്കിൽ പിന്നെ വളരെ ഒരു പെസിമിസ്റ്റിക് മൈൻഡ് സെറ്റിൽ എഴുതുന്ന ഉദ്യോഗാർത്ഥികളുണ്ട്. പക്ഷെ എന്നാൽ അതിൻ്റെ കട്ട് ഓഫ് മാർക്ക് വളരെ കുറവായിരിക്കും. എന്നാൽ ചില എക്സാംസ് വളരെ ഈസി ആയിരിക്കും, എന്നാൽ ഓവർ കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്തിട്ട് തെറ്റിക്കുന്ന ഉദ്യോഗാർത്ഥികളുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും നല്ല അവരുടെ പ്രിപ്പറേഷൻ്റെ ഒരു ബേസ് നോക്കുവാണെങ്കിൽ അവരെല്ലാം വലിയ റാങ്കുകൾ ഡിസേർവ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ ആ എക്സാം റൂമിലുള്ള ആ മൈൻഡ് സെറ്റിലുള്ള ഇഷ്യൂസ് കാരണം അവർ അർഹിക്കുന്ന റാങ്കുകൾ പലപ്പോഴും അവർ നേടാറില്ല. അപ്പോൾ ഈ നമ്മുടെ മോഡൽ എക്സാംസ് എല്ലാം അതിനുള്ള ഒരു കൃത്യമായിട്ടുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് തരും. അപ്പം എന്തായാലും നിങ്ങൾ മോഡൽ എക്സാംസ് നിങ്ങളുടെ ഫിനിഷിംഗ് ലൈനാണ്, അതിൽ നിങ്ങൾ നന്നായിട്ട് ഫോക്കസ് ചെയ്യുക. പിന്നെ അതുപോലെ എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട്, നമ്മളെപ്പോഴും ഓൺ നോട്ട്സും കൂടെ പ്രിപ്പയർ ചെയ്ത് പോവുകയാണെങ്കിൽ പിന്നെ റിവൈസ് ചെയ്യാനുള്ള ഒരു ആസ്പെക്ട് നോക്കുമ്പോൾ ഏറ്റവും നല്ലത് നമ്മുടെ സ്വന്തം നോട്ട്സ് തന്നെ. ഓക്കെ. എല്ലാ വീക്കിലും നമ്മൾ റിവൈസ് ചെയ്യുക. ഞായറാഴ്ച ദിവസമായിരിക്കണം. 6 ദിവസം പഠിച്ചു കഴിഞ്ഞാൽ 7ാമത്തെ ദിവസം നമ്മൾ റിവൈസ് ചെയ്യണം. അപ്പോൾ ആ റിവിഷൻ ചെയ്യുമ്പോൾ നമ്മുടെ ഓൺ നോട്ട്സ് വെച്ചിട്ട് തന്നെ റിവൈസ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ നമ്മുടെ മെമ്മറിയിൽ കാര്യങ്ങൾ നിൽക്കും. വളരെ ക്രിസ്പായിട്ട് വേണം ഓൺ നോട്ട്സ് എഴുതാൻ. എസ്സേ പോലൊന്നും എഴുതണ്ട, വളരെ ക്രിസ്പായിട്ട് എഴുതിയാൽ മതി. സാർ എങ്ങനെയാണ് ഓൺ നോട്ട്സ് ചെയ്തത്? അത് ഞാൻ പറഞ്ഞല്ലോ, അത് നമ്മൾ എല്ലാ PDF കമ്പൈൻ ചെയ്തിട്ട് അതിനെ ബേസ് ചെയ്ത് ഞാൻ സ്വന്തമായി ഒരു ക്രിസ്പായിട്ട് വളരെ ക്രിസ്പായിട്ടുള്ള നോട്ട്സും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു എൻ്റെ പ്രിപ്പറേഷൻ. ഓക്കെ. ഇപ്പോൾ ലാസ്റ്റ് ടൈം AMBA നോട്ടിഫിക്കേഷൻ വന്നത് 2023 അപ്പോൾ ആ ടൈമിലുള്ള എക്സാമിൻ്റെ പാറ്റേൺ, എക്സാമിൻ്റെ ലെവല്, പിന്നെ സ്റ്റുഡൻസിനുള്ള അവസരം ഇൻ ടേംസ് ഓഫ് വേക്കൻസീസ്,
ഇപ്പോൾ നമ്മുടെ 2026 നോട്ടിഫിക്കേഷൻ വരുമ്പോൾ എങ്ങനെയായിരിക്കണം സ്റ്റുഡൻസിന് ഈ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കേണ്ടത്? ഒരു നെക്സ്റ്റ് ലെവൽ ഹൈ ഒരു നമ്മളിപ്പോൾ ഗേറ്റിനൊക്കെ തയ്യാറെടുക്കുന്ന ഉദ്യോഗസ്ഥர்கள் നെക്സ്റ്റ് ലെവലിലാണ് എക്സാം തയ്യാറെടുക്കുന്നത്. കാരണം കേരളത്തിൽ തന്നെ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള എക്സാംസ് ആണ്. ആ ഒരു നിലവാരത്തിലോട്ടൊക്കെ പ്രിപ്പറേഷൻസ് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ടോ? കഴിഞ്ഞ തവണ ഇപ്പോൾ നമ്മൾ പ്രിപ്പറേഷൻ എടുത്ത സമയത്ത് ഒരുമാതിരിപ്പെട്ട ആൾക്കാരെല്ലാം കുറച്ച് അത്യാവശ്യം നല്ല ലെവലിൽ തന്നെയായിരുന്നു അന്നത്തെ പ്രിപ്പറേഷൻ കൊണ്ടുപോയത്. ഹാർഡായിട്ടായിരുന്നു പ്രിപ്പറേഷൻ ചെയ്തത്. പക്ഷേ ചോദ്യം വന്ന സമയത്ത് അന്ന് വളരെ ബേസിക്സ് ആയിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു അന്നത്തെ എക്സാമിന് ചോദിച്ചത്. അതുകൊണ്ട് തന്നെ മിക്ക ഉദ്യോഗാർത്ഥികൾക്കും വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് അവർക്ക് മിസ്സായിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ബേസിക്സ് ഉറപ്പിച്ചിട്ട് വേണം നമ്മൾ ഏത് ലെവലിലോട്ടും പോകാൻ. അപ്പോൾ ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ ബേസിക്സ് നമ്മുടെ ക്ലിയർ ആക്കുക. പിന്നെ അതിന് മേളിലോട്ട് കുറച്ചും കൂടി ഒരു മോഡറേറ്റ് ലെവലിൽ ഇച്ചിരി കൂടെ ഒരു അഡ്വാൻസ് ലെവലിലോട്ട് പോവുക. എന്ന് കഴിഞ്ഞാൽ ഒത്തിരി അഡ്വാൻസ് വേണം. കാരണം നമ്മൾ ബേസിക്കായിട്ട് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ ഡിപ്ലോമയാണ്. അപ്പോൾ ഡിപ്ലോമയ്ക്ക് ഒരു ലെവലുണ്ടാവും. അപ്പോൾ അതിലൊരു മോഡറേറ്റ് ലെവലിൽ നിന്നുള്ള പ്രിപ്പറേഷൻസ് കൊണ്ടുപോകുക. കുറച്ചും കൂടെ സമയം ഉണ്ടെങ്കിൽ മാത്രം കുറച്ചും കൂടെ എന്താ സ്റ്റേറ്റ്മെൻറ്റ് ലെവലിലോട്ടൊക്കെ പോകാൻ ശ്രമിക്കുക. ഇനി വേക്കൻസീസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമ്മളിപ്പം ലാസ്റ്റ് ഒരു 2-3 ടേമായിട്ട് കാണുമ്പം എപ്പോഴും നോക്കിയാലും അറിയാം ഒരു 150 to 200 വേക്കൻസീസോളം വരാറുണ്ട്. അപ്പം അത്രത്തോളം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കൂടുതൽ പോസ്റ്റിൻ്റെയൊക്കെ പിന്നീട് ഗവൺമെൻറ്റിൻ്റെ പദ്ധതികളും അങ്ങനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് എപ്പോഴും പോസ്റ്റുകൾ ഉണ്ടാവുക. അപ്പം മിനിമം എന്തുവന്നാലും ഇത്രയൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ എന്തായാലും ഡിപ്ലോമ ബിടെക് പൂർത്തിയാക്കിയ ഉദ്യോഗാർത്ഥികൾക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല പോസ്റ്റും ഒരു നല്ലൊരു അവസരമാണ് ഇൻ ടേംസ് ഓഫ് പോസ്റ്റുകളുടെ എണ്ണം. അപ്പോൾ സാർ പറഞ്ഞ പോലെ തന്നെ ഒരു 150 മുതൽ 200 വേക്കൻസീസ് എല്ലാ പ്രാവശ്യവും അഷ്വേർഡ് ആണ്. നിങ്ങൾ നന്നായിട്ട് പരിശ്രമിക്കുക. അപ്പോൾ എന്തായാലും പ്രിപ്പയർ ചെയ്യേണ്ട സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആദ്യമേ പോർഷൻസ് കവർ ചെയ്യുക. റിവിഷൻസിലാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻസിൻ്റെ ലെവൽ മാറ്റി നിങ്ങളുടെ പ്രിപ്പറേഷൻസിൻ്റെ ലെവൽ ഉയർത്തേണ്ടത്. നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് കൂടുതൽ നല്ല ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ലാസ്റ്റ് സ്റ്റേജുകളിലായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാം. ആദ്യ സമയങ്ങളിൽ നിങ്ങൾ നല്ല രീതിയിൽ ബേസ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യും, അല്ലേ സാർ? ഇവിടെ നമ്മുടെ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ എന്തായാലും ലൈവാണ്. അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് നെക്സ്റ്റ് മന്ത് 1st ആണ്. ഇതിന് അപ്ലൈ ചെയ്യേണ്ട സമയത്തുള്ള അഡീഷണൽ ക്വാളിഫിക്കേഷൻസ്, പിന്നെ അതേപോലെ തന്നെ നമ്മൾ ലൈസൻസിൻ്റെ കാര്യങ്ങൾ, ആ കാര്യങ്ങളൊക്കെ ഒന്ന് എലാബറേറ്റ് ചെയ്യാം. ഇതിൽ മെയിനായിട്ട് നമുക്ക് വേണ്ടിയത് ഡ്രൈവിംഗ് ലൈസൻസ് ആണ്. അതിൽ ഈ പറയുന്ന പോലെ മോട്ടോർ സൈക്കിൾ ലൈസൻസ്, അതുപോലെ തന്നെ HP MV, അതുപോലെ തന്നെ HGV ഹെവി ഗുഡ്സ് വെഹിക്കിൾ, അതിൽ ലൈസൻസ് വേണം. അപ്പോൾ ആ ലൈസൻസ് ആണ് ഇതിൻ്റെ ഒരു മെയിൻ ഘടകം. പിന്നെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് ആണ്. ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുമ്പം മെന്നിന് 165 സെൻറ്റിമീറ്ററും വുമന് 152 സെൻറ്റിമീറ്ററുമാണ് മിനിമം വേണ്ടിയത്. അതിൽ പിന്നെ ഈ റിലാക്സേഷൻ ഉണ്ട്, SC/ST അങ്ങനെ കാറ്റഗറിക്ക് റിലാക്സേഷൻ വരുന്നുണ്ട്. പിന്നെ കണ്ണിൻ്റെ കാര്യമാണ്. കണ്ണ് 6/6 നെല്ലനാണ് പറയുന്നത്. അത് ഡിസ്റ്റൻറ്റും നിയർ വിഷനും പറയുന്നുണ്ട്. ഇതെല്ലാം ഈ ഒരു ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് വരുന്നതൊക്കെ നമ്മൾ ഷോർട്ട് ലിസ്റ്റൊക്കെ ആവുന്ന ആ പോയിന്റിലാണ്. അപ്പോൾ എക്സാം പോയിന്റിൽ നമുക്ക് മെയിനായിട്ട് വേണ്ടിയത് ഈ പറയുന്ന ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കാര്യമാണ്. പിന്നെ വേണ്ടിയത് ഈ പറയുന്ന പോലെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സിൻ്റെ വേറെ ഒന്നും കൂടെ ഉണ്ട്. അതായത് ചെസ്റ്റിൻ്റെ കാര്യമാണ്. അത് മെന്നിനാണ് വരുന്നത്. മിനിമം 81 സെൻറ്റിമീറ്റർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ 5 സെൻറ്റിമീറ്റർ എക്സ്പാൻഷനും പറയുന്നുണ്ട്. അപ്പം ഇത്രയുമാണ് മെയിനായിട്ടുള്ള ക്വാളിഫിക്കേഷൻ കാര്യങ്ങളായിട്ട് വരുന്നത്. നമ്മുടെ ഈ ലിസ്റ്റിൻ്റെ വരുന്ന വെയിറ്റേജ് എന്ന് പറയുന്നത് റിട്ടേൺ ടെസ്റ്റും അതേപോലെ തന്നെ ഇൻ്റർവ്യൂ ആണ്. ഇപ്പോൾ ഇൻ്റർവ്യൂവിൻ്റെ മാർക്സ് എത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ് നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ, നമ്മുടെ പൊസിഷൻസിൽ? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഈ പറയുന്ന പോലെ ഒരു മാർക്കാണെങ്കിൽ തന്നെയും ആ ഒരു മാർക്ക് വേരി ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു 25-30 പൊസിഷൻസ് നമ്മൾ മാറുക. അപ്പം വളരെ ക്ലോസ് ആയിട്ടുള്ള ഇപ്പോൾ ഒരു 150 വേക്കൻസി വരുന്ന സമയത്ത് നമ്മൾ ആദ്യത്തെ ഒരു 100ൽ എങ്ങനെ എത്തിപ്പെടണമെന്നുള്ളതാണ് നമ്മൾ ശ്രമം ചെയ്യേണ്ടത്. അപ്പം ആ ഒരു ശ്രമത്തിൽ ഇൻ്റർവ്യൂ മാർക്ക് ഇപ്പോൾ ഒരു മാർക്ക് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നമ്മളൊരു 30-40 പൊസിഷൻ മാറുവാണെങ്കിൽ ഒത്തിരി ബാക്കിലോട്ടായി പോകും. അപ്പം അത് വരാതിരിക്കാൻ നിങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇൻ്റർവ്യൂവിന് ആ ഒരു സമയത്ത് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യണം. ബയോഡേറ്റ ഫില്ല് ചെയ്യുന്ന കാര്യത്തിൽ തൊട്ട് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. നമ്മൾ ഒരുപാട് ഇൻ്റർവ്യൂ ഗൈഡൻസ് ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ നമ്മുടെ സ്റ്റുഡൻസിനോട് നമ്മൾ പറയാറുണ്ട് എങ്ങനെയാണ് അത് അറ്റൻഡ് ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പം ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. നമ്മൾ റിട്ടേൺ മാത്രമല്ല ഇൻ്റർവ്യൂവും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ശരിക്കും റിട്ടേൺ ടെസ്റ്റിൽ ടോപ്പ് മാർക്ക് മേടിക്കുന്ന ആൾ തന്നെ ഫസ്റ്റ് റാങ്കിലോട്ട് വരണമെന്നില്ല. ഇതിൻ്റെ ടോപ്പ് റാങ്ക് നേടിയ ആളിനെക്കാട്ടിലും 1-2 മാർക്ക് താഴെയുള്ളവർ ഇൻ്റർവ്യൂവിൽ നന്നായിട്ട് പെർഫോം ചെയ്തിട്ട് ഫസ്റ്റ് റാങ്ക് നേടി ആദ്യ അഡ്വൈസിൽ അവർ ജോലിയിൽ പ്രവേശിക്കാറുണ്ട്. അത് നമ്മുടെ സീനിയോറിറ്റിയും കാര്യങ്ങളെയൊക്കെ നന്നായിട്ട് അഫക്റ്റ് ചെയ്യുകയും ചെയ്യും. ഇപ്പോൾ ഇൻ്റർവ്യൂ സാർ പറഞ്ഞ പോലെ തന്നെ ഇൻ്റർവ്യൂ നമ്മൾ നന്നായിട്ട് എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്ത് തന്നെ പോവുക. ഏണസ് അക്കാഡമിയിൽ നമ്മളിപ്പം റീസെൻ്റായിട്ട് നമ്മൾ നടത്തുന്ന എല്ലാ കോഴ്സുകൾക്കും ഇൻ്റർവ്യൂ ഗൈഡൻസ് കൊടുക്കാറുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഈ ഒരു പോഡ്കാസ്റ്റിൽ നമ്മുടെ സ്റ്റുഡൻസ് കമ്മ്യൂണിറ്റിക്ക് AMV എക്സാംസ് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് എങ്ങനെ തയ്യാറെടുക്കണം എന്നുള്ള എല്ലാ കാര്യങ്ങളെയും പറ്റി ഒരു വ്യക്തമായ ധാരണ ലഭിച്ചു എന്ന് ഞങ്ങൾ
വിചാരിക്കുന്നു. സ്ഥിരമായിട്ട് നമ്മുടെ ടെലഗ്രാം കമ്മ്യൂണിറ്റിയിലും വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലും അല്ല പേഴ്സണൽ മെസ്സേജ് ഒക്കെ പല DMസും വരുന്നുണ്ടായിരുന്നു ഈ ഒരു എക്സാം പ്രിപ്പറേഷനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് ഈ എക്സാം ലാസ്റ്റ് തവണ എക്സ്പീരിയൻസ് ചെയ്ത അഡ്വൈസ് കാത്തിരിക്കുന്ന ഒരാളുമായിട്ട് നമ്മുടെ അക്കാഡമിക് ഹെഡായിട്ടുള്ള ജെയ്സൺ സാറുമായിട്ട് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ സാധിച്ചു. അപ്പോൾ ഞാനത് സാറിൻ്റെ നമ്മുടെ ടൈം തന്നതിന് സാറിനോട് താങ്ക്സ് പറയുകയാണ്. അപ്പോൾ എന്തായാലും സാറിൻ്റെ പ്രിപ്പറേഷൻ സാറ് സ്റ്റാർട്ട് ചെയ്ത് ഫോക്കസ് ചെയ്തതെല്ലാം ലാസ്റ്റ് 3 monthsലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇനി എക്സാം വരാനായിട്ട് ഒരു 5 months കാണും. കൃത്യമായിട്ട് നിങ്ങൾ ഇത്രയും നാളും എക്സാം എഴുതാത്തവരായിക്കോട്ടെ, നിങ്ങൾ ആദ്യ PSC എക്സാംസ് ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞ പോലെ തന്നെ സാറ് പറഞ്ഞ പോലെ തന്നെ ജോലിയിൽ ഇരുന്ന് എക്സാംസിന് തയ്യാറെടുക്കുന്നവരായിക്കോട്ടെ. ഇപ്പം നിങ്ങൾ ചിലപ്പം ഗൾഫിൽ ഇരുന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ കോച്ചിങ്ങിൽ ഓൺലൈനായിട്ട് ജോയിൻ ചെയ്ത് നിങ്ങളുടെ സമയം ക്രമീകരിച്ച് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഇനിയും കഴിഞ്ഞ തവണ നിങ്ങൾ നന്നായിട്ട് എഫേർട്ട് എടുത്തിട്ട് നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ പോലും വന്നിട്ട് വരാത്തവരായിരിക്കും. ഇപ്പോൾ ഈ ഒരു എക്സാം നിങ്ങൾക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടാവും, പക്ഷേ എങ്ങനെ പഠിക്കണമെന്നൊക്കെ ഒരു ധാരണ ഇല്ലാത്തവരായിരിക്കും. അവരോടെല്ലാം നമുക്ക് പറയാനുള്ള ഒരു കാര്യം, നമ്മുടെ കോച്ചിങ്ങിൽ ജോയിൻ ചെയ്യുക. സാറിനെ പോലെ അനുഭവ സമ്പത്തായിട്ടുള്ള നല്ല ഫാക്കൽറ്റീസും നിങ്ങൾക്ക് ഫുൾ സപ്പോർട്ട് തരാനായിട്ട് നമ്മുടെ മെൻറ്റേഴ്സും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മൾ നടത്തിയ എല്ലാ കോഴ്സുകളിലും അതിൻ്റെ എക്സാംസിൻ്റെ റാങ്ക് ലിസ്റ്റൊക്കെ വന്ന സമയത്ത് റാങ്ക് ലിസ്റ്റിൻ്റെ നല്ലൊരു ശതമാനം ഉദ്യോഗസ്ഥകൾ ഏണസ്റ്റ് അക്കാഡമിയുടെ സ്റ്റുഡൻസ് ആയിരുന്നു. അതേപോലെ തന്നെ ടോപ്പ് റാങ്കുകളെല്ലാം നമ്മൾ നേടിയിട്ടുണ്ട്. അതിപ്പോൾ ഈ വാട്ടർ അതോറിറ്റി ആണെങ്കിലും പോളിടെക്നിക് ലെക്ചർ ആണെങ്കിലും റീസെൻ്റ് ആയിട്ട് വന്ന ട്രേഡ്സ്മാൻ സ്മിത്തി ടർണർ മെഷീനിസ്റ്റ്, അപ്പോൾ ഇവരുടെ എല്ലാം സക്സസ് സ്റ്റോറീസ് നമ്മുടെ യൂട്യൂബ് സ്പേസിൽ നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സ്റ്റുഡൻസ് എല്ലാം ഇവിടെ വന്ന് നമ്മൾ റാങ്ക് ഹോൾഡേഴ്സ് മീറ്റപ്പ് നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം വിളിച്ചു പറയുന്ന കാര്യം എന്താണ്? നല്ല ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഏണസ്റ്റ് അക്കാഡമി തിരഞ്ഞെടുക്കുന്നു. അവർക്ക് വേണ്ട എല്ലാ സപ്പോർട്ട്സും നൽകി വരുന്ന നമ്മുടെ ജെയ്സൺ സാറിൻ്റെ അക്കാഡമിക് ടീമും നമ്മുടെ മെൻറ്റേഴ്സിൻ്റെ കൂട്ടായിട്ടുള്ള ശ്രമമാണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ റെഡിയാണ്. നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻസിന് ഒന്ന് തയ്യാറെടുക്കാനായിട്ടുള്ള ഒരു മനസ്സ് കാണിച്ചാൽ മതിയാവും. നമ്മൾ എങ്ങനെയാണ് റീച്ച് ചെയ്യേണ്ടത് നിങ്ങൾക്കറിയാം. നമ്മുടെ കോൺടാക്ട് നമ്പർ ഇതിനോടൊപ്പം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നുണ്ട്. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. നിങ്ങളുടെ പ്രിപ്പറേഷൻസിന് ഓൾ ദ ബെസ്റ്റ്. താങ്ക്സ്.